ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ കരിങ്കല്ല്, എം സാൻഡ്, പി സാൻഡ്, ജെല്ലി നമ്മുടെ നിർമ്മാണ മേഖലയിൽ വളരെ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് അത്രയും വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ കൊണ്ടുവരികയായിരുന്നു. വലിയ പ്രൊജക്റ്റുകൾക്കും തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലും എം സാൻഡും പി സാൻഡും ഒക്കെ കൊണ്ടുവരാറുമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ താൽക്കാലിക നിയന്ത്രണം അത് എത്രത്തോളം ഗൗരവതരമായൊരു വിഷയമാണ്? എങ്ങനെ പരിഹരിക്കാൻ ഇടപെടാൻ സർക്കാരിന് കഴിയും? ഇപ്പോൾ 3 മാസത്തേക്ക് നിയന്ത്രിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ നിർമ്മാണ സാമഗ്രികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ കേരളത്തിന്റെ ഒരു പരിധിവരെ ഇത്തരത്തിൽ ക്ഷാമം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലെ വാഹനങ്ങളിലൂടെ കൊണ്ടുവന്ന് ഇവിടുത്തെ റൂളിന്റെയും മറ്റേ ഭാഗമായി ഈ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇത് മുക്തി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ ആ മേഖല പരിപൂർണമായി തടസ്സപ്പെടുകയാണ്. തിരുവനന്തപുരം ജില്ലയിലൂടെയും കൊല്ലം ജില്ലയിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നിർമ്മാണ സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടതി വിധി അനുകൂലമായിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 മാസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കുന്നതായിരിക്കും സത്യം വേണ്ട. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധമായി നൽകുന്ന നിരവധി ആളുകളെ, പ്രത്യേകിച്ച് മോട്ടോർ മേഖലയിലുള്ളവർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മുന്നെടുക്കുന്നവർ, അവരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അന്തർ സംസ്ഥാന വിഷയമായി മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സർക്കാരുകളും പരസ്പരം കൂടിയാലോചിച്ച് അടിയന്തര പ്രാധാന്യം നൽകി ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേഖലയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുക വർദ്ധിക്കും. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന തുകയുടെ വർധനമുണ്ടാകും. അതിനപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നിർമ്മാണ മേഖല തടസ്സപ്പെടുന്ന സാഹചര്യം